ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീക്ക്ലി വൺസ്. സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഫറെൻറ്റ് പാസ്ത റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ക്രഷ്ഡ് ചില്ലി, ലെമൺ ജ്യൂസ്, പെപ്പർ, ചോപ്ഡ് ഗാർലിക്, സോൾട്ട്, ഇതൊക്കെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനായി ഇതിൽ ഇട്ടതിന് ശേഷം പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതൊരു 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ 1.5 കപ്പ് തിക്കായിട്ടുള്ള കുക്കിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ക്രീം തിളച്ചു വരുമ്പോൾ ബോയിൽ ചെയ്തു വെച്ച പാസ്തയും ചേർക്കാം. ഇതിനി 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഈ ക്രീമും പാസ്തയൊക്കെ കൂടി കുറുകി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ച പാഴ്സ്ലി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിലേക്ക് ചീസ് ചേർക്കാനുണ്ട്. ചീസ് ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെർവ് ചെയ്യുമ്പോഴാണ് ചീസ് ചേർക്കേണ്ടത്. സെർവിങ് ബൗളിലേക്ക് 1 ലെയർ പാസ്ത ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്കായി 1 ലെയർ മൊസറല്ല ചീസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചോപ്ഡ് ചില്ലിയും ചെറുതായി മുറിച്ച പാഴ്സ്ലിയും ഇട്ട് കൊടുക്കാം. 1 ലെയർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്ത് കൊടുക്കാം. ചീസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെക്കുക. ഓവൻ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ഓവനിൽ വെച്ചെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഷെഫൻ ഡിഷാണ്. അതുകൊണ്ട് ചീസ് ഇതിൽ നിന്ന് മെൽട്ടായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റ് വരുമ്പോഴൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.